ട്രിവാൻഡ്രം ഓട്ടോബ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഒരു ഗ്രാൻഡ് വിത്തയുടെ ഓഫറിനെ പറ്റിയിട്ടാണ്. സിഗ്മയുടെ ഡെൽറ്റേൻ്റെ ഒരു ഓഫറിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമുക്കിനി ഒരാഴ്ച മാത്രമേ ഈ ഓഫർ ഉള്ളൂ. വളരെ സ്റ്റോക്കും കുറവാണ്. ഈ ഓഫർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രാൻഡ് വിത്തായ സിഗ്മയ്ക്ക് ഈ മാസം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 0 ഓഫറായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് 65,000 ക്യാഷ് ഡിസ്കൗണ്ട് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ 30,000 രൂപ എക്സ്ചേഞ്ച് ബോണസ് കിട്ടുന്നുണ്ട്. കൂടാതെ കോർപ്പറേറ്റ് ഓഫർ ഉൾപ്പെടെ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നമുക്ക് ഈ മാസം ഓഫർ. എന്നാൽ ഡെൽറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1,15,000 രൂപ ഡയറക്റ്റ് ക്യാഷ് ഓഫറാണ്. അതായത് ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെ 1.5 ലക്ഷം രൂപയുടെ ഓഫറാണ് ഡെൽറ്റയ്ക്ക് നമുക്ക് കിട്ടുന്നത്. അത് കൂടാതെ നമുക്ക് കോർപ്പറേറ്റ് ഓഫറും സ്ക്രാച്ച് ആൻഡ് വിൻ വഴി 8 ഗ്രാം വരെ ഗോൾഡ് കോയിൻ കിട്ടാനുള്ള ഓഫറും കൂടി നമുക്ക് ഈ മാസം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഒരു മാരുതി വണ്ടി എടുക്കണം? നമുക്കറിയാം, നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് മറ്റുള്ള വണ്ടികളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് തൊട്ട് പുറകിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഈ ഹൈ റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും മാരുതിയാണ് കേട്ടോ. മിക്കവാറും ഓഫ് റോഡ് പോകുന്ന മഹീന്ദ്രകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ വീട്ടിലും സ്റ്റാൻഡേർഡ് കാർ എന്ന് പറയുന്നത് ഒരു മാരുതിയാണ്. കാരണം ചീപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, പാർട്സ് ഒന്നും വലിയ എക്സ്പെൻസീവ് അല്ല, ആൻഡ് എല്ലായിടത്തും സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു കണക്കെടുത്തിട്ടുണ്ടായിരുന്നു, മാരുതി കേരളത്തിൽ മാത്രം 300 സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് വലിയ നമ്പറാണ്. കാരണം ഒരു പെർസ്പെക്റ്റീവ് തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ പറയും മാരുതിയുടെ വണ്ടി നമുക്ക് ടയോട്ടയിൽ കിട്ടുന്നു, പക്ഷേ ടയോട്ട ഹാസ് ഓൺലി 30 സർവീസ് സെൻറ്റേഴ്സ് ആ ഒരു അക്രോസ് കേരള നോക്കുകയാണെങ്കിൽ. അതുപോലെ മഹീന്ദ്ര ഹാസ് ഓൺലി 43, ടാറ്റ ഹാസ് ഓൺലി അറൌണ്ട് 50, കിയ പോലത്തെ ബ്രാൻഡ്സിനൊക്കെ 18 സർവീസ് സെൻ്ററൊക്കെ ഉള്ളൂ. നമുക്ക് കുറേയധികം സർവീസ് സെൻ്റർ ഒന്നും വേണ്ട, വീടിൻ്റെ അടുത്ത് ഒരെണ്ണം മതി. പക്ഷേ വെൻ യു ആർ ട്രാവലിംഗ് നമുക്കൊരു അഷ്വറൻസ്